കൂട്ടത്തല്ലിന് നടുവിൽപ്പെട്ട് മോദി സുരക്ഷാ സേനയ്ക്ക് പോലും ഒന്ന് രക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ പെട്ടുപോവുകയാണ്. തന്റെ മുൻപിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മോദി തലയിൽ കൈവെക്കുകയാണ്. അതും അദാനിക്ക് മുൻപിലാണ് നാണം കെട്ട് മോദി ഇത്തരത്തിൽ പെട്ടുപോകുന്നത്. ഇതോടുകൂടെ രാജ്യം പ്രതിപക്ഷത്തിനും രാഹുലിനും കൈയടിക്കുകയാണ്. കാരണം ഈ അവസ്ഥ എന്ന് പറഞ്ഞ രാഹുൽ മുമ്പേ പറഞ്ഞതാണ്. അദാനിക്ക് മുൻപിൽ നാണം കെട്ടുപോയ ആ കൂട്ടത്തലിനിടയിൽ പെട്ടുപോയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. वीडियो करने में इंटरेक्शन नहीं है भाई। ये तुम्हारे ये इनको खाने को कभी नहीं मिलता, इनकी तरफ फोकस करो बेचारे। हाँ जाओ जाओ जाओ, अरे देख लेना बेचारा खाने को नहीं मिलता भाई, दे देना 2-3 प्लेट। ഫെബ്രുവരി 24-25 തീയതികളിലായി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നട 8ാമത് മധ്യപ്രദേശ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉച്ചഭക്ഷണത്തിനായി പരിപാടിയിൽ പങ്കെടുത്ത് പിടിവലി കൂടിയതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും. കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലായി മാറുകയാണ് ഉണ്ടായത്. ബിസിനസ് ചർച്ചകൾ മറന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പൂരിയും സബ്ജിയും കഴിക്കാൻ പരസ്പരം മത്സരിച്ചു എന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യവസായ പ്രമുഖൻ ഗൗതം അദാനിയും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയാണ് ഭക്ഷണത്തിനായി ജനങ്ങൾ തമ്മിൽ തല്ലിയത്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള തിരക്കുകൾക്കിടയിൽ പ്ലേറ്റുകൾ താഴെ വീണ് പൊട്ടുന്നതും ഭക്ഷണ കൗണ്ടറുകൾ തകരുന്നതും ഒക്കെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഫെബ്രുവരി 25-നാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തവർ തമ്മിൽ ഉച്ചഭക്ഷണത്തിനായി തമ്മിൽ തല്ലിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നാണ് ചില കമന്റുകൾ. ഭക്ഷണത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. 30 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമിട്ടാണ് മധ്യപ്രദേശ് സർക്കാർ 8ാമത് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ഭക്ഷണ കൗണ്ടറിലെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ സംസ്ഥാനം പ്രതീക്ഷിച്ച ചില ബിസിനസ് ഡീലുകൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ആസൂത്രണത്തിലെ പിഴവാണോ, ഒരു നിമിഷത്തെ സമ്മർദ്ദത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയതാണോ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്ലേറ്റുകൾ വരെ എറിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ തമ്മിൽ തല്ല് ഇനിയും തുടരുമോ എന്നുള്ളതാണ് ചോദ്യം.